സൂംബ ഡാൻസ് കളിച്ചാൽ അതല്ലെങ്കിൽ തുള്ളിച്ചാടിയാലും ഇതേപോലെ മ്യൂസിക് ഇട്ട് ഡാൻസ് കളിച്ചാലും ലഹരിയെ ജനങ്ങൾ ഒഴിവാക്കും, കുട്ടികളൊക്കെ പിന്നെ ലഹരി ഉപയോഗിക്കൂല. ഇതാണ് ഇവർ വാദിക്കുന്നത്. അത് ശരിയല്ല എന്ന് പറഞ്ഞവരോട് ചോദിക്കണം, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത്? ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഈ തുള്ളിച്ചാടുന്ന ആളുകളാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? മ്യൂസിക്കും ഡാൻസുമായി നടക്കുന്ന മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ സ്പോർട്സ് മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടുണ്ടോ? സ്പോർട്സ് മേഖലയിലുള്ള ആളുകളും ലഹരി ഉപയോഗവും വലിയ ചർച്ചകളല്ലേ ലോകത്ത്, വലിയ പഠനങ്ങളല്ലേ ലോകത്ത്? ഇവർ പറയുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ സ്പോർട്സ് മേഖലയിൽ തുള്ളിച്ചാട്ടമുള്ളത് കൊണ്ട് അവർ ലഹരി ഒഴിവാക്കുമെങ്കിൽ സ്പോർട്സ് മേഖലയിൽ ലഹരി ഉണ്ടാവാൻ പാടില്ല എന്നാൽ അങ്ങനെയാണോ കാര്യം? അതേപോലെ തന്നെ ഡാൻസും തുള്ളിച്ചാട്ടവും ആ നിലക്കുള്ള ഒരു അടിച്ചുപൊളിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കും, പുരോഗമനം ലഭിക്കും, അങ്ങനെ സ്ട്രെസ് മാറും, അങ്ങനെ അവർ ലഹരിയെ ഒഴിവാക്കും എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഇതെല്ലാം ഉൾപ്പെടുന്ന സിനിമാ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ ചാനലുകാർ തന്നെ നിരന്തരം ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ? സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിച്ചിട്ടില്ലല്ലോ. സംഗീതവും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിൽ ലഹരി ഇല്ലാതാകുമെങ്കിൽ സിനിമാ മേഖലകളിൽ ലഹരി ഇല്ലാതാവണ്ടേ? അവിടെ ലഹരിയുണ്ട്, അവിടെ സ്ത്രീ പീഡനമുണ്ട്, എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇടകലരാൻ അവസരമുണ്ടായാൽ, ഡാൻസുകളും പാട്ടുകളുമുള്ള സാഹചര്യങ്ങളുണ്ടായാൽ അവിടങ്ങളിലൊക്കെ പീഡനങ്ങളുണ്ടാകും, അവിടങ്ങളിലൊക്കെ ലഹരി വർദ്ധിക്കുകയാണ് ചെയ്യുക, ലഹരി കുറയുകയല്ല ചെയ്യുക. അതാണ് അനുഭവങ്ങളും പഠനങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നത്.